ഇപ്പോഴും ഈ ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യ എന്ന നിലയിൽ വിഭജിച്ചു കാണുന്നു രാജ്യത്തെ എന്നുകൂടി വിമർശിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഹെലിക്യാം ഷോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട്, അതായത് ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഹെലികോപ്റ്ററുകളിൽ പുഷ്പവൃഷ്ടി അടക്കം നടത്തും. ഒരുപക്ഷെ ഇത് സുരക്ഷാ പരിശോധനകളുടെ അയോധ്യ ക്ഷേത്രം, അയോധ്യാപുരി, അതിന്റെ ആകാശ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അയോധ്യ നഗരത്തിന്റെ ക്ഷേത്ര ഭൂമിയുടെ പേര് മാറ്റി വിസ്തൃതി കൂട്ടിയ അയോധ്യ ഇത് മോദി എത്തുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുന്നു. നേരത്തെ അയോധ്യയിൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലേക്ക് എത്തുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ ആ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളോടൊപ്പം തന്നെ ഹെലികോപ്റ്റർ ആകാശ ദൃശ്യം, അതായത് അയോധ്യ നഗരത്തിന്റെ ആകാശ ദൃശ്യം കൂടിയാണ് നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റുന്നത്. അതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഇനി ഏതാനും മിനിറ്റുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. അത് ശേഷിക്കെ ആണ് ഈ ചടങ്ങിന്റെ യജമാനൻ ആയിട്ടുള്ള, സാധാരണ നിലയിൽ ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം ഈ പ്രതിഷ്ഠാ ചടങ്ങുകൾ അല്ലെങ്കിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്കൊക്കെ യജമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനപ്രതിനിധി അല്ലെങ്കിൽ രാജാവിനെ എന്ന തരത്തിൽ ഉള്ള രീതിയിലാണ്. ഇപ്പോഴാകട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ യജമാനൻ ആക്കുന്നത് എന്നുള്ളതാണ് ക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന്. അയോധ്യ നഗരം പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ അതിന്റെ ആകാശ ദൃശ്യങ്ങൾ, അയോധ്യ പേരുമാറ്റി ജില്ലകൾ കുറെ അധികം അതിനോടൊപ്പം കൂട്ടി യോജിപ്പിച്ചു. അങ്ങനെ വിസ്തൃതി കൂട്ടിയ അയോധ്യയുടെ ആകാശ ദൃശ്യങ്ങളാണ് കണ്ടത്. ക്ഷേത്രത്തിൽ